Happy birthday to you. Happy birthday, happy birthday. ഹലോ ഗൈസ്, രാത്രി 12 മണിയായപ്പോൾ 3 പേരും കൂടി ഡയറി മിൽക്ക് കൊണ്ടുവന്നപ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു കേട്ടോ. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നേ. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. നിങ്ങൾ അറിയിക്കേണ്ട. ആസ് യൂഷ്വൽ ഡേ പോലെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് പോട്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നൊരു മനസ്സിന് സുഖം ഉണ്ടായില്ല. പിന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒട്ടുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഈ അമ്മച്ചിയുടെ അനിയത്തിയുടെ മോനാണേ, അവൻ യൂറോപ്പിൽ നിന്ന് ഇന്നലെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നപ്പോഴേക്കും എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി അവൻ ഞങ്ങൾക്കൊരു വണ്ടറിങ് സർപ്രൈസ് തന്നു കേട്ടോ. അവൻ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളും അറിയില്ല. അവൻ ഡെലിവറി ചെയ്തു, ഒരു കേക്ക് വാങ്ങിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് കൊണ്ടൊന്ന് തന്നു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ. ശരിക്കും ഞാൻ ഷോക്കെന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇടായിരുന്നു എനിക്ക് തന്നെയായിരുന്നു. എന്നാൽ എൻ്റെ പേരൊക്കെ അവൻ അവളോട് ചോദിച്ച് പേരൊക്കെ എഴുതിച്ചു. എന്തായാലും അവൻ കൊണ്ടുവന്നു. എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി വെക്കേണ്ട, നിങ്ങളെ അറിയിക്കാതെ വിടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്കിങ്ങനെ ഒരു വീഡിയോ കിട്ടിയത് കാരണം ഇട്ടതാണേ. അതേപോലെ തന്നെ ഹാപ്പിയായി. അപ്പോൾ ഇവൻ കൊല്ലത്തേക്കുള്ളതാണ് കേട്ടോ. കൊല്ലത്തേക്ക് പോകാൻ വന്നതാണ്. അപ്പോൾ അവൻ്റെ വീട് കൊല്ലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചിയുടെ വീട് കൊല്ലമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടി ഈ പ്രാവശ്യം എല്ലാവരും കൂടി ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ആയിട്ടോ, ഫുൾ ഓൺ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം എൻ്റെ അനിയനായിരുന്നു കേട്ടോ ഇങ്ങനെ സർപ്രൈസ് ചെയ്തേ, അവൻ കൂട്ടുകാരെ കൊണ്ട്. ഈ പ്രാവശ്യം ഈ അനിയനാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ എല്ലാവരുമായിട്ട് ഒരുമിച്ച്. അവനങ്ങനെ മധുരം അധികം കഴിക്കില്ല കേട്ടോ. അവനത്തെ ഡയറ്റാണ്, അവന് ഇഷ്ടമില്ല. നല്ല കാര്യമാണല്ലോ അല്ലേ. അപ്പം നമ്മൾ ഷുഗറുള്ള ആക്കൊക്കെ അങ്ങനെ കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, പിള്ളേരുടെ സന്തോഷമാണ് നമുക്ക്. അപ്പോൾ ഇന്ന് 4 എണ്ണം കൂടി കൂടിയപ്പോൾ 4 പേർക്കും കൂടി കഴിക്കാൻ കേക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ കേക്കും കട്ട് ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ പിറ്റേ ദിവസം പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കേക്ക് കഴിക്കുന്നതാണേ. ബർത്ത്ഡേ ആഘോഷിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആഘോഷിക്കേണ്ടി വന്നു.